ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കുള്ള ഓഡീഷൻ കോളും അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റൻസിനെ വിളിച്ചുള്ള നേരിട്ടുള്ള ഇന്റർവ്യൂവും കോൺഫറൻസും എല്ലാം തന്നെ ഡിസംബർ മാസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യും എന്നൊരു വാർത്തയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിരിക്കും ബിഗ് ബോസ് സീസൺ 7ന്റെ പ്രൊമോസും ലോഗോയും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത്. മാർച്ച് ഫസ്റ്റ് വീക്കിനോടനുബന്ധിച്ച് തന്നെ ഷോ സ്റ്റാർട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാ കണ്ടസ്റ്റൻസിനും കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ പറയുന്ന 12,000 പേരെ വിളിച്ചിട്ട് അതിൽ നിന്ന് വെറും 20 പേരെയാണ് ആ ഒരു സീസണിലേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മലയാളത്തിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും യൂട്യൂബർമാരും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സും മൂവി ആക്ടേഴ്സും എല്ലാവരും ഈ പറയുന്ന 20 പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തും കോമണേഴ്സ് ആയിട്ടുമുള്ള കണ്ടസ്റ്റൻസിനെ നമുക്ക് ഈ ഒരു സീസണിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സീസൺ 7ലേക്ക് വിളിക്കാൻ സാധ്യതയുള്ള ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ ആരൊക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്തൊക്കെയാണെങ്കിലും ഇതിനോടനുബന്ധിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചധികം വ്യക്തികളുടെ പേരും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങളില്ലാത്ത ഒരു സീസണും ഇതുവരെയും ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല. ആദ്യം മുതൽക്കേയുള്ള സീസൺ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ എല്ലാ സീസണുകളിലും ഉണ്ടായിട്ടുണ്ട്. അവർ നല്ല രീതിയിൽ കോണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഏഷ്യാനെറ്റ് ഫോളോ ചെയ്യുന്ന എല്ലാവരും സീരിയൽ കാണുന്ന വ്യക്തികൾ തന്നെയാണ്. അവർക്കേറെ ഇഷ്ടപ്പെട്ട ഈ അഭിനേതാക്കൾ ബിഗ് ബോസിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഒരുപാട് പേര് ഈ ഒരു ഷോയെ ഫോളോ ചെയ്ത് കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങളില്ലാത്ത ഒരു സീസൺ പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല, ഏഷ്യാനെറ്റിൽ കുറെ നാളുകൾക്ക് മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച കസ്തൂരിമാൻ എന്ന സീരിയലിൽ ജീവ എന്ന കഥാപാത്രം ചെയ്ത ശ്രീറാമാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര്. പുള്ളിക്കാരൻ നമ്മുടെ കുക്ക് വിത്ത് കോമഡിയിലൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 6ലും 5ലൊക്കെ വിളിച്ച ഒരു വ്യക്തിയായിട്ട് കേൾക്കുന്നു. സിനിമയിലും ഷോർട്ട് ഫിലിംസിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ശ്രീറാമിനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് ജിത്തു വേണുഗോപാലും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിത്തു വേണുഗോപാൽ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ അഭിനയിച്ച സീതാ കല്യാണം എന്ന് പറഞ്ഞ സീരിയലിലുള്ള 4 മികച്ച റോളുകൾ അഭിനയിച്ച വ്യക്തികളും നമ്മുടെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജിത്തു വേണുഗോപാലിനും ഈ ഒരു സീസണിൽ സാധ്യത കാണുന്നുണ്ട്. സീസൺ 6ൽ വിളിച്ചൊരു വ്യക്തിയാണ്. സീസൺ 7ൽ നിന്നും ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി ദേവി ചന്ദനയും ഏഷ്യാനെറ്റിലെ ഒരുപാടധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഇടക്കും ഇപ്പൊ റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിലെ സീരിയലും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരത്തി ഒരു മൂവി ആക്ട്രസും ഡാൻസറും കൂടിയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു സീനിയർ ആക്ട്രസ് ആയിട്ട് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് സാജൻ സൂര്യ നമുക്കറിയാം, ഏഷ്യാനെറ്റിൽ ഒരുപാടധികം സീരിയലുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലിൽ ഗോവിന്ദ് എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനു മുന്നേ കായംകുളം കൊച്ചുണ്ണി അതുപോലുള്ള ഒരുപാടധികം അടിപൊളിയായിട്ട് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പല സീരിയലുകളിലും വേഷമിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് സാജൻ സൂര്യ. ഒരുപാടധികം ജനങ്ങൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു അഭിനേതാവ് കൂടിയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും ഉറപ്പിച്ച കണ്ടസ്റ്റൻസ് അല്ല, ഇവർക്കൊക്കെ ഓഡീഷൻ കോൾ പോകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ബിഗ് ബോസിലേക്ക് എത്തുന്നതൊക്കെ അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചിരിക്കും. അടുത്തതായി പറയുന്നത് ഹിഷിൻ മോഹനും ബിഗ് ബോസ് മലയാളം സീസൺ 5ഉം 6ലേക്കൊക്കെ വിളിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഏഷ്യാനെറ്റിലെ ഒരുപാടധികം സീരിയലുകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹിഷിൻ മോഹനും ഈ പറയുന്ന സീസൺ 7ലേക്ക് ഒരു ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ആതിര പ്രവീണും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് അഭിനയിച്ചു വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ കാണാം. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു ഓഡീഷൻ കോൾ പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പറയുന്നത് അരുൺ ജി രാഘവനും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും പല വേഷങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഒരു ഓഡീഷൻ കോൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പൊന്നുമല്ല, ഇവർക്കൊക്കെ ഓഡീഷൻ കോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്.
അടുത്തതായി പറയുന്നത് ഷാലു മേനോൻ. ഷാലു മേനോനും ഈ പറയുന്ന പോലെ ഒരു ഡാൻസറാണ്, ഒരു മൂവി ആക്ട്രസ് ആണ്, ഒരു സീനിയർ ആക്ട്രസ് എന്നുള്ള രീതിയിൽ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏഷ്യാനെറ്റിലെ പല സീരിയലുകളിലും ഒരുപാടധികം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാലു മേനോൻ. അടുത്തതായി പറയുന്നത് ഷാലു കുര്യൻ. ഷാലു കുര്യൻ നമുക്കറിയാം ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ എത്തുന്നത് ചന്ദനമഴ എന്ന സീരിയലിലെ രൂപത്തിലായിരുന്നു. ചന്ദനമഴ സീരിയൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലാണ്. അതിനകത്തുള്ള പല വിഷ്വൽസും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഒരുപാടധികം വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചന്ദനമഴയിൽ നിന്ന് ഒരാൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഷാലു കുര്യൻ. ഷാലു കുര്യൻ ഓഡിഷൻ ഗോൾ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് സജിൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റിൽ റീസെന്റ് ആയിട്ട് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച സ്വാന്തനം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സീരിയലിലെ ശിവൻ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സജിനെ ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പൊ സ്വാന്തനം 2 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നൊക്കെയാണെങ്കിലും സ്വാന്തനം അവസാനിക്കുന്ന സമയം വരെയും സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലായിരുന്നു. സജിൻ അതിനകത്ത് ശിവൻ എന്ന കഥാപാത്രമാണ് ചെയ്തിരുന്നത്. വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു സജിന്റെ ശിവൻ എന്ന കഥാപാത്രം. തീർച്ചയായിട്ടും ഒരു ഓഡിഷൻ ഗോൾ പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതായി പറയുന്നത് സൂരജ് സണ്ണും ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റിലെ പണ്ട് സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച പാടാത്ത വൈങ്കിളി എന്ന് പറയുന്ന ഒരു സീരിയലിൽ ദേവ എന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്ത് നല്ല രീതിയിൽ ഒരുപാടധികം ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു അഭിനേതാവായിരുന്നു സൂരജ് സൺ. ഇപ്പൊ ചില സിനിമകളിലും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ കൂടിയാണ് പുള്ളിക്കാരൻ. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഓഡിഷൻ ഗോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ഗായത്രി അരുൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റിൽ കുറച്ചു കാലം മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച പരസ്പരം എന്ന് പറയുന്ന സീരിയലിലെ ദീപ്തി IPS എന്ന കഥാപാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഏഷ്യാനെറ്റിൽ ഇതുവരെ സംപ്രേഷണം ചെയ്ത ഏത് സീരിയൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പരസ്പരം എന്ന് പറയുന്ന സീരിയലിന്റെ അത്രയൊന്നും ഈ TRP റേറ്റിംഗ് ഉയർത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ദീപ്തി IPS. അത് ചെയ്ത ഗായത്രി അരുണെ ആ സമയത്ത് ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു അഭിനേത്രിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരുപാടധികം സിനിമകളിലും പല വേഷങ്ങളൊക്കെ ഗായത്രി അരുൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു യൂട്യൂബർ കൂടിയാണ് പുള്ളിക്കാരത്തി. അടുത്തതായി പറയുന്നത് ഉമാ നായരും ഈ ഒരു സമയത്ത് ഒരുപാടധികം സീരിയലുകളിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. ആദ്യമായി ഏഷ്യാനെറ്റിൽ കാണുന്നത് വാനമ്പാടി എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സീരിയൽ പണ്ട് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഗീതാ ഗോവിന്ദം എന്ന് പറഞ്ഞ സീരിയലിലും പുള്ളിക്കാരത്തി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി പറയുന്നത് ബീന ആന്റണിയെ ബിഗ് ബോസ് സീസൺ 6 5 വിളിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. ഒരുപാട് സീസണുകളായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബീന ആന്റണി. ഏഷ്യാനെറ്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. ഒരുപാടധികം സീരിയലുകൾ ഏഷ്യാനെറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂവി ആക്ട്രസ് കൂടിയാണ് പുള്ളിക്കാരത്തി. തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ഒരു ഓഡിഷൻ ഗോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവസാനമായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് എന്ന് പറയുന്ന സീരിയലിൽ പ്രതീക്ഷ എന്ന കഥാപാത്രം ചെയ്തിരുന്ന നൂബിൻ ജോണിയെയും ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ്. ഇപ്പോൾ പല ചാനലുകളിലും പല സീരിയലുകളിലൊക്കെ ആയിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ട്. ഒരുപാടധികം ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചതായിട്ട് കേൾക്കുന്നുണ്ട്. നൂബിൻ ജോണിയെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ഓഡിഷൻ ഗോൾ പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മേൽപ്പറഞ്ഞ 16 സീരിയൽ ആക്ടേഴ്സിന്റെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ ഒരു ലിസ്റ്റിൽ നിന്നും എല്ലാവർക്കും ഓഡിഷൻ ഗോൾ പോയി എല്ലാവരും ഈ ഒരു സീസണിൽ ഉണ്ടാകുമെന്നല്ല. 1-2 പേര് ഈ സീസണിൽ സീരിയൽ ആക്ടേഴ്സിന്റെ രൂപത്തിൽ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധ്യത ഓഡിഷൻ ഗോൾ പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള 16 വ്യക്തികളുടെ പേരാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 16 പേർക്കും ഓഡിഷൻ ഗോൾ ഒന്നും പോവില്ല. ഇതിനകത്തൊരു 5-6 പേർക്ക് ഓഡിഷൻ ഗോൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്ന് 1-2 പേര് ഈ ഒരു സീസണിലേക്ക് സെലക്ട് ആവുകയും ചെയ്യും. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങളില്ലാത്ത ഒരു സീസൺ പോലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിലേക്ക് എത്താനായിട്ട് പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു സീസണിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന സീരിയൽ താരമാരാണ്, അതുപോലെ തന്നെ യൂട്യൂബർ ആയാലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാരാണെന്നുള്ള കേസ് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. എന്നാൽ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്